ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ശ്രീരാഗരിതം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 വേസ് ഉണ്ട്. അതായത് DSLRന്ന് മാക്കിലേക്കും പിന്നെ ആൻഡ്രോയിഡ് മൊബൈലിനകത്തേക്കും എങ്ങനെ ഫയൽ കോപ്പി ചെയ്യാമെന്ന്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മെമ്മറി കാർഡ് എടുക്കുക. മെമ്മറി കാർഡ് എടുത്തിട്ട് അത് കാർഡ് റീഡറിൽ വെച്ചിട്ട് കോപ്പി ചെയ്യുക കമ്പ്യൂട്ടറിലേക്ക്. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. HDMI കേബിൾ കണക്ട് ചെയ്യാൻ പറ്റും AV ഔട്ട്പുട്ട്. സോ ഇവിടെ നമുക്ക് നേരത്തെ കാണുന്ന ബോട്ടില്ല AV ഔട്ട്പുട്ട് എന്നുള്ളത് ഡിജിറ്റൽ. അപ്പോൾ അവിടെ നമുക്ക് കേബിൾ കിട്ടും. കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ കേബിൾ കിട്ടും. ആ കേബിൾ ഡയറക്റ്റ് അതിനകത്ത് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ പിന്നെന്നുള്ളത് നമ്മൾ സാധാരണ വിൻഡോസ് സിസ്റ്റം, അതായത് സാധാരണ സിസ്റ്റത്തിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം മാക്കിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു OTG കേബിൾ ആവശ്യമുണ്ട്. അപ്പോൾ ആ OTG കേബിൾ കണക്ട് ചെയ്തിട്ട് ഇപ്പം പുതിയ വരുന്ന മാക്ക് സിസ്റ്റം കംപ്ലീറ്റ് C ടൈപ്പാണ്. സോ നമ്മൾ അത് കണക്ട് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് മാക്കിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ അതാണ് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നുള്ള അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും. ഞാൻ കണക്ട് ചെയ്തപ്പോൾ Canon EOS ഒരു ക്യാമറയുടെ പേര് അതിനകത്ത് നിങ്ങൾക്ക് കറക്റ്റ് കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട് ഇമേജസ്. എന്നിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ട് ഓൾ കൊടുക്കണമെങ്കിൽ ഓൾ കൊടുക്കുക, ഇമ്പോർട്ട് ഒന്ന് മാത്രം കൊടുക്കണമെങ്കിൽ ഒന്ന് കൊടുക്കുക. പിന്നെ ഔട്ട്പുട്ട് എവിടത്തേക്ക് വന്നെന്ന് വെച്ചാൽ ഡെസ്ക്ടോപ്പിലേക്ക് എവിടത്തേക്കെന്ന് വെച്ചാൽ അവിടെ ഓപ്ഷൻ കൊടുക്കുക. ഇമ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇമ്പോർട്ട് കൊടുക്കുക, ഇമ്പോർട്ട് ഓൾ കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഡെസ്ക്ടോപ്പിലേക്ക് ആ ഒരു ഇമേജ് കോപ്പി ആയിട്ടുണ്ടാകും. പിന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വൈഫൈ ഓൺ ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഓപ്ഷനാണ്. അതായത് നമ്മുടെ മൊബൈലിനകത്തേക്ക് DSLRലെ ഇമേജസ് മൊബൈലിനകത്തേക്ക് കോപ്പി ചെയ്യുന്ന ഓപ്ഷനാണ്. കണക്ട് ചെയ്ത് വെച്ച് കേബിൾ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഈ വൈഫൈ ഓപ്ഷൻ ഇനേബിൾ ആവുള്ളൂ. അപ്പോൾ വൈഫൈ ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പോകുന്ന സ്റ്റെപ്സിലേക്ക് പോവാം. സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യുക. കമ്പ്യൂട്ടറാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലാണ്. മൊബൈൽ ഓൺ ചെയ്തു, വൈഫൈ ഓൺ ചെയ്തു. അവിടെ ഇപ്പോൾ നമ്മളെ DSLRൻ്റെ പേര് വരും. കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ക്യാമറ കണക്ട് എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കണക്ട് ചെയ്തു. അത് ഓൺ ചെയ്തപ്പോൾ ഇവിടെ ഇമേജസ് നമുക്ക് ഇതിനകത്ത് റിമോട്ട്ലി വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇപ്പം ഡൗൺലോഡ് ചെയ്യുന്നത് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇമേജസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റിലെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് തന്നെ വിൻഡോനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ സെലക്ട് ഓൾ കൊടുത്തിട്ടാണ് ഇത് റെഡ്യൂസ്ഡ് ചെറിയ ഫയൽ സൈസിലും എത്ര ക്വാളിറ്റി ഉണ്ട് ആ ഒറിജിനൽ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് സിംഗിളായിട്ട് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇമേജിനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓരോന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവരും വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.